ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക വീഡിയോ ആണ് ഇന്നത്തെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പുതിയതായിട്ട് ആർക്കെങ്കിലൊക്കെ വല്ല ഷോപ്പോ അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് എങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാം എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ MG റോഡിൽ നമ്മൾ ഒരു ഷോപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു റൂം കിട്ടി. നല്ല റൂമാണ്, കുഴപ്പമൊന്നുമില്ല. MG റോഡിലാണ്, MG റോഡിൻ്റെ അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ ഹൃദയ ഭാഗത്താണ് നല്ല റൂം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ റൂമിൽ തുടങ്ങാൻ പോകുന്നത്, ഞാൻ ഉദ്ദേശിച്ച ബിസിനസ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആക്സസറീസ് റീറ്റെയിൽ ഷോപ്പാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മൊബൈൽ ആക്സസറീസിൻ്റെ റീറ്റെയിൽ ഷോപ്പാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത്ര വലിയ ബഡ്ജറ്റൊന്നുമില്ല. അപ്പം ചെറിയ ബഡ്ജറ്റിൽ എന്തെങ്കിലും തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടെ കുടിക്കോ. അപ്പം എങ്ങനെയാണ് ചെറിയ സെറ്റപ്പിൽ നമുക്ക് എന്തൊക്കെ ബഡ്ജറ്റായി, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളും, എന്തൊക്കെയാണ് നമുക്ക് വരുന്ന ചിലവും കാര്യങ്ങളും, എങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നത്, എന്താണ് ആദ്യം മുതൽ. അപ്പോൾ ഇന്നാണ് ഞാൻ ഇന്നലെയാണ് റൂമിൻ്റെ കീ മേടിച്ചത്. ഇന്ന് ഞാൻ ആ റൂം തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നിങ്ങൾക്ക് കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഓക്കെ. അപ്പോൾ ഞാൻ റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇത് നമ്മൾ MG റോഡ് ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുത്തുള്ള വ്യൂ ആണ്. അതാണ് നമ്മൾ എൻട്രൻസ്. പുറത്തുനിന്നുള്ള വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ റാക്ക് പണിത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി നമുക്കിപ്പോൾ ഇതിൽ അങ്ങനെ വലിയ പണികളൊന്നും വരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഇതിപ്പോൾ ഗ്ലാസിൻ്റെ റാക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താ, ഗ്ലാസ് ഉണ്ട്. ഇത് ഓൾറെഡി ഇവിടെ ഒരു ഷൂ ചെരുപ്പിൻ്റെ ഒക്കെ ഒരു പരിപാടി ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ തുടങ്ങാനായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണ്ട, അങ്ങനെ വലിയ ഫണ്ട് ഇറക്കിയിട്ട് ഇതിലേക്ക് പൈസ ഇറക്കി ചെയ്യേണ്ട പരിപാടികളും ചെയ്യാല്ല. കാരണം ഇത് നമ്മളൊരു മൊബൈൽ ഷോപ്പിന്, നമ്മൾ ആക്സസറി ഷോപ്പിന് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്ന സംഭവമാണിത്. ഈ ഗ്രില്ല് മനസ്സിലായില്ലേ. നമുക്ക് ഇതിൽ കവേഴ്സും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിടാം. ബാക്ക് കേസ് ഒരു സ്പേസ് ഇവിടെ ഫ്രീ ആയിട്ട് എടുക്കേണ്ടതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യണം. അതേപോലെ ഒരു റാക്ക് ഈ സൈഡിലുണ്ട് കേട്ടാ. അപ്പോൾ ഒരു ഫാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മുന്നേ ഇവിടെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ ലക്കിൽ നമുക്ക് ഈ കടയിൽ അങ്ങനെ ഒന്ന് കിട്ടി. വല്ലാണ്ട് ഫണ്ട് ഇതിലേക്ക് ഇറക്കാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രീതിയിൽ സെറ്റപ്പിൽ നമുക്ക്. പിന്നെ മേലൊക്കെ കണ്ടില്ല, നല്ല കുഴപ്പമില്ലാത്ത നീറ്റായിട്ടുള്ള നല്ല ഇന്ത്യയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഭാഗത്തേക്കൊന്നും തൽക്കാലം എനിക്ക് എന്ത് ചെയ്യണ്ട, ഇപ്പോൾ നിലവിൽ എനിക്ക് ഫണ്ട് ചെയ്യേണ്ട കാര്യമില്ല. തൽക്കാലം നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇത് MG റോഡാണ് കേട്ടോ. MG റോഡിൻ്റെ ഫ്രണ്ടിൽ ഇതിപ്പോൾ നേരെ നമുക്ക് കാണുന്നത് നേരെ വടക്കുംനാഥൻ ക്ഷേത്രത്തേക്കുള്ള ഭാഗമാണ്. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ അപ്പുറത്തേക്കുള്ള നമ്മൾ പടിഞ്ഞാറക്കോട്ട ഭാഗത്തേക്കൊക്കെ, കോട്ടപ്പുറം പടിഞ്ഞാറക്കോട്ട ഭാഗം പോകണം, കാഞ്ഞാണി വാടകത്തിലേക്ക്. അപ്പോൾ നല്ല ഹൈവേയുടെ സൈഡിൽ തന്നെ നമുക്ക് നല്ല റൂമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയതായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഒപ്പം കൂടിക്കോ. ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അപ് ടു ഡേറ്റ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുതരാം. പുതിയതൊരു ബിസിനസ് ഇപ്പോൾ ഇതുപോലത്തെ മൊബൈൽ ഷോപ്പോ അല്ലെങ്കിൽ വേറെ ഷോപ്പൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്നുകൂടി മനസ്സിലാക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറിയ പൈസ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ടൗണിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു റിസർച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയത് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് മൊബൈൽ ആക്സസറി ഷോപ്പ് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് വളരെ ചെറിയ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു റൂം പെട്ടെന്ന് MG റോഡിൽ കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല, റൂം എടുത്ത് ബാക്കി കാര്യങ്ങൾ കുറച്ചൊക്കെ മൊബൈൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വെച്ചിട്ട് നമുക്കിത് വർക്കൗട്ട് ചെയ്യാന്നുള്ള മോഡിൽ ഞാൻ റൂം എടുത്ത്, നമുക്ക് ഈ റൂമിന് വന്നതൊരു 50,000 രൂപ 60,000 രൂപ അഡ്വാൻസാണ്. അപ്പോൾ ആ അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കീ ഇന്നലെ മേടിച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഇപ്പോൾ ഇതൊക്കെ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിന്മേൽ വലിയ പൈസ ഇറക്കുന്നില്ല. ആകെ ഒരു സെറ്റപ്പിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൊബൈൽ കൗണ്ടർ വേണം. ഒരു സെറ്റപ്പ് ഒരു നമുക്കറിയില്ല നമ്മൾ മൊബൈൽ ഷോപ്പിൽ വെക്കുന്ന ഒരു കൗണ്ടർ, ഡിസ്പ്ലേ കൗണ്ടർ. അതേപോലെ തന്നെ നമുക്കൊരു സൈഡ് ബോർഡ്, ഒരു നെയിം ബോർഡ് സെറ്റ് ചെയ്യണം, ലൈറ്റ് ബോർഡ്. അത് ഓൾറെഡി ഉണ്ട്. നമുക്കതിൽ നമ്മുടേതായിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ബോർഡ് സെറ്റപ്പ് അവിടെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വളരെ ലക്കിൽ ഇതിങ്ങനെ കിട്ടി, ചെറിയ ഇന്ത്യയിലൊക്കെ കൂടിയിട്ടുള്ള ഒരു സെറ്റപ്പിൽ തന്നെ കിട്ടിയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി പൈസ ലാഭമായി. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എടുക്കണം, കാര്യങ്ങളൊക്കെ. അപ്പോൾ പുതിയ ഒരു ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഒന്ന് നോക്കട്ടെ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിതിൻ്റെ ഓരോ വീഡിയോസും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇപ്പം ഇന്ന് റൂമൊക്കെ തുറന്ന് നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ ഓരോന്നോരോന്ന്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ പ്ലാൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ ഒപ്പം കൂടി കാര്യങ്ങളൊക്കെ ഒന്ന് വിഷയം പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ നിങ്ങൾ സെറ്റായിട്ടിരുന്നോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.